ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. നെല്ലിക്കുത്ത് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞു, നെല്ലിക്കുത്ത് ഉസ്താദ് ജബലുന്നൂറിന്റെ മുകളിലേക്ക് കയറി ഗാർ സൗറിൽ ഒന്ന് ദ്വാരക്കാനും അവിടെ ഇരുന്നൊന്ന് ദ്വാരക്കാനും 2 റക്അത്ത് നിസ്കരിക്കാനും ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പല്ലേ ഉള്ളൂ. കഅബ അങ്ങനെ നോക്കിയാൽ കാണുമല്ലോ. ഒരുപാട് തവണ സിയാറത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ജബൽനൂർ കയറാന്ന് പറഞ്ഞാൽ തന്നെ ആ കയറ്റം തന്നെ ഒരു ഷിഫക്ക് വേണ്ടി ഉദ്ദേശിച്ചാൽ മതി, എന്നാൽ എല്ലാ ഷിഫയും ഉണ്ടാവും. നമ്മളെ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ നിരവധി തവണ കയറിയ ഒരു മലയാണത് ജബലുന്നൂർ. കുത്തനെയുള്ള ഒരു പർവ്വതം. നെല്ലിക്കുത്ത് ഉസ്താദ് പറയാണ് ക്ലാസ് എടുക്കുമ്പോ ഞാൻ അങ്ങോട്ട് കയറി. അപ്പൊ മുകളിലെത്തിയപ്പോ അവിടെ ഒരു മുത്തവ്വയുണ്ട്, ഒരു അറബി. ഞാൻ ഗാർ സൗറിന്റെ ഗാർ ഹിറയുടെ ഉള്ളിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതെന്താ പണി, എന്താ ഇവിടെ നിസ്കാരം, എന്താ ഇവിടെ ഒരു നിസ്കാരം എന്ന് പറഞ്ഞപ്പോ, നെല്ലിക്കുത്ത് ഉസ്താദല്ലേ, ഇൽമിന്റെ വലിയ ഗോപുരമല്ലേ, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഷെയ്ഖുൽ ഹദീസ് ഉസ്താദ് പറഞ്ഞു, എനിക്ക് അപ്പൊ ഒരു ഹദീസാണ് ഓർമ്മ വന്നത്. ആ ഹദീസിലുണ്ട്, യാ ബനി അബ്ദു മനാഫ്, യാ ബനി ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, അബ്ദു മനാഫിന്റെ കുടുംബമേ, ഹാഷിം കുടുംബമേ, മുത്തലിബ് കുടുംബമേ, തങ്ങന്മാരെ വിളിക്കുന്നു. ഈ ഹറമിൽ നിസ്കരിക്കുന്ന ആരെയും നിങ്ങൾ തടയരുത് എന്നൊരു ഹദീസുണ്ട്. ഹറമിൽപ്പെട്ട സ്ഥലമാണല്ലോ ജബലുന്നൂർ. ഹറമിൽ നിസ്കരിക്കുന്ന ആരെയും നിങ്ങൾ തടയരുത്. ഈ ഹദീസ് ഉസ്താദ് ഓതിക്കൊടുത്തപ്പോ ഈ അറബി നിന്ന് കരയാൻ തുടങ്ങി. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞപ്പോ അദ്ദേഹം ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അഫ്വൻ, മാപ്പാക്കണം, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. അപ്പൊ ഉസ്താദ് ചിന്തിച്ചു, പഠിച്ചോനെ, ഒരു ഹദീസ് ഞാൻ ഓതിയപ്പോഴേക്ക് ഇത്ര വലിയൊരു മാറ്റം വരാനുള്ള കാരണം, ഹദീസ് ഇവിടെ അങ്ങനെ എല്ലാവരും പലതും കേൾക്കല്ലേ. അപ്പൊ ഉസ്താദിന്റെ കൈയും പിടിച്ച് കൈ വിടാതെ ജബലുന്നൂറിന്റെ താഴോട്ടിറങ്ങി ഉസ്താദിനെ ആ അറബിയുടെ വാഹനത്തിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. പോകുമ്പോ സംസാരത്തിനിടയിൽ ഉസ്താദിന് മനസ്സിലായി, ഈ അറബി ഒരു സയ്യിദാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ വിളി നേരെ എനിക്കാണല്ലോ ആ വിളി. കാരണം ഹാഷിം കുടുംബമേ, മുത്തലിബ് കുടുംബമേ എന്ന് വിളിച്ച ആ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗാണല്ല ഞാനിവിടെ നിസ്കരിക്കാൻ പാടില്ല, എന്ത് നിസ്കാരാണ് എന്ന് ചോദിച്ചത് ശരിയായില്ലല്ലോ, നിബിതങ്ങൾ എന്നെ വിളിച്ചല്ലേ ഉപ്പാപ്പ പറഞ്ഞത് എന്നുള്ള ആ മനോവിഷമം കൊണ്ടാണ് അത് മാപ്പാക്കണം.